സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സേവ് ഫാമിലി സേവ് എറ്റേണൽ ലൈഫ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ഗ്രൂപ്പിന്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന വചന സന്ദേശങ്ങളും ചിന്തകളും പ്രാർത്ഥനകളുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ മൽപ്പാൻ സ്നേഹബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛന്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണ്. നമ്മൾ ഈ എപ്പിസോഡിന്റെ 10ാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കുടുംബവും സാന്മാർഗിക ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. നമുക്ക് ആരംഭിക്കാം. ദൈവം സ്ഥാപിച്ച കുടുംബം ദൈവത്തിന്റെ വഴികളിലൂടെ വ്യാപരിക്കണം. അതിന് വിരുദ്ധമായി ലോകത്തിന്റെ വഴികൾ തേടുന്ന കുടുംബജീവിതം വിനാശകരമായ വിപത്തുകൾ ക്ഷണിച്ചു വരുത്തും. സോദോമിലെ കുടുംബങ്ങളുടെ കഥ ഇതിന് തെളിവാണ്. അബ്രാഹത്തിന്റെ അതിഥികളായി വന്നവർ സംഭാഷണവും സംവാദവും മതിയാക്കിയ ശേഷം തങ്ങളുടെ ശ്രദ്ധ സോദോമിലേക്ക് തിരിച്ചു. വഴിയിലെത്തുന്നതുവരെ അബ്രാഹം അവരെ അനുയാത്ര ചെയ്തു. സോദോമിൽ നിന്നും നീതിക്കായുള്ള നിലവിളികൾ ദൈവത്തിന്റെ പക്കൽ എത്തിയിട്ടുണ്ട്. അവയുടെ സത്യാവസ്ഥ അന്വേഷിക്കുവാൻ അവർ അവിടേക്ക് പോവുകയാണ്. ഈ വിവരം അബ്രാഹത്തെ അറിയിക്കുവാൻ ദൈവം ആലോചിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മകഥമായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാത്ത സോദോം നഗരത്തെ ശിക്ഷിക്കാനും നശിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നത് തന്റെ വിശ്വസ്തനായ അബ്രാഹത്തിൽ നിന്നും മറച്ചു വെക്കേണ്ട എന്ന് ദൈവം ആത്മഗതം ചെയ്യുന്നു. അബ്രാഹം മാധ്യസ്ഥം വഹിച്ചിടത്തോളം കാലം ദൈവം അവരെ നശിപ്പിച്ചില്ല. മധ്യസ്ഥ പ്രാർത്ഥന അവസാനിച്ചപ്പോൾ 2 ദൂതന്മാരെ കർത്താവ് സോദോമിലേക്ക് അയക്കുന്നു. കർത്താവിന്റെ വഴി വിട്ട് ലോകത്തിന്റെ വഴികളിലൂടെ നീങ്ങുന്ന കുടുംബങ്ങളുടെ കഥയാണ് സോദോം ഗൊമോറയുടെ കഥ. സ്വവർഗരതി പോലെയുള്ള പ്രകൃതി വിരുദ്ധ ലൈംഗിക പാപമായിരുന്നു സോദോമിന്റെ പാപമെന്ന് 2 ദൂതന്മാരുടെ അനുഭവം സൂചിപ്പിക്കുന്നു. ലോത്തിന്റെ വീട്ടിൽ ആതിഥ്യം സ്വീകരിച്ച 2 ദൂതന്മാരെ ലൈംഗിക സുഖഭോഗത്തിന് വിട്ടുതരണമെന്ന് ആക്രോശിച്ചുകൊണ്ട് സോദോം നഗരത്തിലെ യുവാക്കൾ മുതൽ വൃദ്ധർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞതായി പറയുന്നു. സോദോം ഗൊമോറയിലെ ജനങ്ങൾ ലൈംഗിക ധാർമ്മികത പാലിക്കാത്തവരായിരുന്നു എന്നതുകൊണ്ടാണ് വഴിയിൽ രാത്രി ചെലവഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ അതിഥികളെ അതിനിടം കൊടുക്കാതെ നിർബന്ധിച്ച് വീട്ടിനുള്ളിലേക്ക് ലോത്ത് കൊണ്ടുവന്നത്. നഗരവാസികൾ സ്വവർഗഭോഗത്തിന്റെ അടിമകളായിരുന്നു. സോദോമി എന്ന ഇംഗ്ലീഷ് പദം ഈ നഗരത്തിന്റെ പേരിൽ നിന്നും സോദോം ഉണ്ടായതാണെന്ന് കരുതപ്പെടുന്നു. കാരണം ഈ പട്ടണത്തിൽ നടന്നിരുന്നത് പോലെയുള്ള പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധങ്ങളെയാണ് സോദോമി എന്ന വാക്കുകൊണ്ട് പിൻതലമുറ വിശേഷിപ്പിച്ചത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുകയും രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ചില മതനേതാക്കളും സ്വവർഗ വിവാഹത്തെ അനുകൂലിക്കുകയും അതിനായി എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യുന്ന ഈ കാലത്ത് സോദോം ഗൊമോറ നഗരങ്ങളുടെ നാശം ഒരു പാഠമായിരിക്കണം. പാവപ്പെട്ടവരെയും ദരിദ്രരെയും ചവിട്ടിമെതിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതും സാമൂഹ്യ മര്യാദ പുലർത്താത്തതുമായിരുന്ന സോദോമിന്റെ പാപമെന്നും പ്രവാചക പാരമ്പര്യമുണ്ട്. നിന്റെ സഹോദരിയായ സോദോമിന്റെ തെറ്റ് ഇതായിരുന്നു: പ്രൗഢിയും അക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിട്ടും അവളും അവരുടെ പുത്രിമാരും നിർധനരെയും അഗതികളെയും തുണച്ചില്ല. അവർ ഗർവിഷ്ഠരായിരുന്നു. എന്റെ മുമ്പിൽ അവർ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു.
അതുകൊണ്ട് അവരെ ഞാൻ നിർമാർജനം ചെയ്തു. എസെക്കിയേൽ 16:49-50. അതുപോലെ തന്നെ ആതിഥേയ മര്യാദകൾ പാലിക്കാത്തവരായിരുന്നു സോദോം നിവാസികൾ. അതിഥികളെ മാനിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ അവഹേളിക്കുവാൻ തയ്യാറായിട്ടാണ് അവർ ലോത്തിന്റെ വീട്ടിലെത്തിയത്. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ഉൽപ്പത്തി 19:5. ലോത്ത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി കതകടച്ച ശേഷമാണ് ജനക്കൂട്ടവുമായി സംസാരിക്കുന്നത്. പട്ടണവാസികളെല്ലാം ദുഷ്ടരാണെന്ന് ലോത്തിനറിയാം. എങ്കിലും ദുഷ്ടത പ്രവർത്തിക്കരുതേ എന്ന് അവരോട് അദ്ദേഹം കേണപേക്ഷിക്കുകയാണ്. അവസാനം അവർ ലോത്തിനെതിരായി തിരിഞ്ഞു. സന്ദർശകരെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ലോത്തിനെ അവരുടെ ലൈംഗിക ആസക്തിയെ ഇരയാക്കുമെന്ന് അവർ ഭയപ്പെടുത്തുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ സന്ദർശകരായി എത്തിയ 2 മാലാഖമാർ ഇടപെട്ട് ലോത്തിനെ രക്ഷിച്ചു. ആക്രമിക്കാൻ വന്നവരെ അന്ധരാക്കുകയും ചെയ്തു. നീതിയും സാഹോദര്യവും പുലർത്താതെ അനീതിയും അക്രമവും നടത്തുന്ന കുടുംബങ്ങൾ ദൈവത്താൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാപ സാഹചര്യങ്ങളിൽ നിന്നും മാറിപ്പോകുന്നില്ലെങ്കിൽ പാപപ്രവണതകൾക്ക് നാമും അടിപ്പെടുമെന്നും അത് നമ്മുടെ നാശത്തിന് കാരണമാകുമെന്നും ലോത്തിന്റെ കുടുംബം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഭൗതികാർത്തിക്ക് അടിമപ്പെട്ട ലോത്ത് അബ്രാഹവുമായി കലഹിച്ച് സമ്പൽ സമൃദ്ധമായ സോദോം ദേശം തെരഞ്ഞെടുത്തു. സോദോമിലെ ജനങ്ങളുടെ ദുഷ്ടതയും ദുർനടപ്പും അയാൾ എതിർത്തില്ല. അവരുമായി സമരസപ്പെട്ടു പോകാനായിരുന്നു അയാളുടെ ശ്രമം. ലോത്തിന്റെ വീട്ടിൽ അന്തിയുറങ്ങിയ ദൂതന്മാരെ സുഖഭോഗത്തിന് വിട്ടുതരണമെന്ന് സോദോം നിവാസികൾ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ തെമ്മാടിത്തം ശക്തമായി എതിർക്കാൻ ലോത്തിന് കഴിഞ്ഞില്ല. അതിഥികൾക്ക് പകരം തന്റെ 2 പെൺമക്കളെ അവരുടെ അതിക്രമത്തിന് വിട്ടുകൊടുക്കാൻ അയാൾ സന്നദ്ധനായി. സ്വന്തം പെൺമക്കളെ ബലാത്സംഗത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ പിതാവ് പിന്നീട് അവരുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഇടയാകുന്നു. ഉൽപ്പത്തി 19, 30, 38. മദ്യോന്മത്തതയിൽ സ്വന്തം മക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പിതാക്കന്മാരുടെ മൃഗീയ ചപലത ഇന്നും കാണപ്പെടാറുണ്ട്. പാപ സാഹചര്യങ്ങളെ ധീരതയോടെ ചേർത്ത് നിൽക്കാനും അവയെ വിട്ടുപോകാനും തയ്യാറാകുന്നില്ലെങ്കിൽ അത് അപകടവും നാശവും കുടുംബത്തിന് വരുത്തിവെക്കും. സോദോം പട്ടണം വിട്ട് ഓടിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ ലോത്ത് മടിച്ചു നിൽക്കുകയായിരുന്നു. ലൗകികാതിമോഹത്തിന്റെ തടവറയിൽപ്പെട്ട കുടുംബത്തിന് അതുപേക്ഷിച്ചു പോവുക ക്ലേശകരം തന്നെ. കർത്താവ് അയാളെയും കുടുംബത്തെയും നിർബന്ധപൂർവം കൈപിടിച്ച് പുറത്തു കൊണ്ടുപോയി രക്ഷിക്കുകയായിരുന്നു. എന്നിട്ടും പോയ വഴിക്ക് ലോത്തിന്റെ ഭാര്യ സോദോമിലേക്ക് തിരിഞ്ഞു നോക്കി. ഈ തിരിഞ്ഞു നോട്ടം പ്രതീകാത്മകമാണ്. ഭൗതിക ആസക്തിയെ ആഞ്ഞു പുൽകാനുള്ള മനുഷ്യന്റെ പ്രലോഭനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ട് അവൾ ഉപ്പ് തൂണായി തീർന്നു. ഉൽപ്പത്തി 19:26. ഉപേക്ഷിച്ചു പോന്നാലും തിരിഞ്ഞു നോക്കി വീണ്ടും പാപത്തിൽ രമിക്കാനുള്ള മനുഷ്യന്റെ ഒടുങ്ങാത്ത മോഹത്തെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ഇതിനെതിരായി നിരന്തര ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ പാപത്തിന്റെ വശ്യതകൾക്ക് വഴിപ്പെടുകയും നാശത്തിൽ നിവധിക്കുകയും ചെയ്യും. പാപകരമായ ആകർഷണങ്ങൾക്കെതിരെ നിരന്തരം ജാഗ്രത പുലർത്തി ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹീതങ്ങളായി തീരും. പ്രിയമുള്ളവരെ, അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ. ദൈവത്തിന് സ്തുതി.